നിങ്ങളുടെ ഈ സമരം ബാക്കിയുള്ളവർക്ക് ഒരു സൂചകമായിട്ട് തന്നെ നിൽക്കണം. അംഗൻവാടി പ്രവർത്തകർക്ക്, മത്സ്യബന്ധന തൊഴിലാളികൾക്ക്, നെയ്ത്ത് തൊഴിലാളികൾക്ക്, ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക്, ഹോട്ടൽ പണിയെടുക്കുന്ന അതിന് ജീവനക്കാർക്ക്, തെരുവ് വൃത്തിയാക്കുന്നവർക്ക്, ഗാർഹിക തൊഴിലാളികൾക്ക് അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് കൊണ്ട് നമ്മൾ ജീവിക്കാമെന്നാണ് അവർ പറയേണ്ടത്. ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കൂവലാണ് കിട്ടേണ്ടതെന്നാണ് എനിക്ക്. കാരണം ഈ സമരത്തിൽ നിങ്ങളോടൊപ്പം നിരാഹാരം കിടക്കാൻ എനിക്ക് കഴിയാത്തതിലുള്ള അപമാനത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആ അപമാന ഭാരവും പേറിക്കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ മന്ത്രിസഭയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, അവരിവിടെ വരുമ്പോൾ കൈയടിച്ച് സ്വീകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം അത് ശാസ്ത്രത്തിൻ്റെ ഒരു നിയമമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊരു സാധനം കൊണ്ട് ചെറിയ ഒരു ചെടിയാണ്. ഈ ചെടിക്ക് ഞാനിത് പ്ലാസ്റ്റിക് കവറിലിട്ട് വെള്ളമൊഴിക്കാതെ വെയിൽ തട്ടാതെ വച്ചാൽ ഈ ചെടി കരിഞ്ഞു പോകും. അത് നിങ്ങളെ ഈ വെയിലത്തും മഴയത്തും നിർത്തിയിരിക്കുന്നത് പുതുനാമ്പുകൾ മുളച്ചു വരാനാണ്. ആ നല്ല മനസ്സിന് ഒരു 100 കോടി നമസ്കാരം പറയാനാണ് കൈയടിച്ച് സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ഈശ്വര വാര്യർ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഒരു അച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. എന്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ നിങ്ങൾ എന്തിനു മഴയത്ത് കിടത്തിയിരിക്കുന്നു എന്നാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം ചോദിക്കുന്നത്. അതുപോലെ ഈ ഭരണകൂടത്തിന് എതിരായി ഒരു 100 ചൂണ്ടുവിരലുകൾ ഉയർന്നു വരും. നിങ്ങൾ എന്തിനാണ് ഈ പാവപ്പെട്ട സ്ത്രീകളെ മഴയത്തും വെയിലത്തും കിടത്തിയിരിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നു വരിക തന്നെ ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ രാഷ്ട്രീയം ഇവിടെ പച്ചയ്ക്ക് പറയുകയാണ്. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ അതിനെതിരായും ഹിന്ദുവെന്നും മുസൽമാനായും എന്ന് പറഞ്ഞ് ജനങ്ങളെ വേർതിരിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുന്ന RSSനും BJPക്കും എതിരായും വോട്ട് ചെയ്ത് ഭരണത്തിൽ ഇരുത്തിയ ഞാനും കൂടി വോട്ട് ചെയ്തിട്ടാണ് ഈ ഭരണകൂടം ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ വോട്ട് ഇതുവരെ ഞാൻ മാറി ചെയ്തിട്ടില്ല. കറകളഞ്ഞ ഇടതുപക്ഷ വീക്ഷണമുള്ള ഒരാളാണ് ഞാൻ. ഈ വിശ്വാസത്തെ നിങ്ങൾ അടിമുടി തകർത്ത് കളഞ്ഞിരിക്കുന്നു. അടിസ്ഥാന വർഗത്തിന്റെ ഒരു ന്യായമായ ആവശ്യവും ചെവിക്കൊള്ളാത്തൊരു സർക്കാരിനെ ഇടതുപക്ഷമെന്ന് വിളിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു വാസ്തവത്തിൽ. ഇതിനോടൊപ്പം ഈ സമരത്തെ തകർക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന് ചിന്തിക്കാൻ, അല്ലെങ്കിൽ ജനങ്ങൾക്ക്, ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള ജനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ് ഇതിന് എതിരായിട്ട് പാലിയേറ്റീവ് കെയർ അല്ലേ, രോഗാവസ്ഥയിൽ കിടക്കുന്നവർക്ക് ഇനി രക്ഷപ്പെടില്ല എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഇനി തിരിച്ച് ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതാണ് പാലിയേറ്റീവ് കെയർ. അതിൻ്റെ ട്രെയിനിങ് ആണ് ഇന്നലെ മഹാസംഗമത്തിന്റെ ദിവസം കൊണ്ടുവച്ചത്, ഉപരോധത്തിന്റെ ദിവസം കൊണ്ടുവച്ചത്. ഞാൻ പറയുന്ന ട്രെയിനിങ് ഇവിടെയാണ് നടത്തേണ്ടത്. എങ്ങനെ സ്വന്തം കാര്യം, നിങ്ങളുടെ നിലപാടുകൾ എത്ര നല്ല ഭാഷയിൽ സംസാരിക്കുന്നു ഇവരെന്ന് TV കാണുന്ന എല്ലാവർക്കും അറിയാം. അധിക്ഷേപ വാക്കുകൾക്ക് പോലും വളരെ സംയമനം പാലിച്ച് സംസാരിക്കുന്ന ആശമാര് എനിക്ക് അഭിമാനം തോന്നുകയാണ്. അവരാണ് ഇവിടെ ജനപ്രതിനിധികളായിട്ട് വരേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരാണ് ഇവിടെ ജനപ്രതിനിധികളായിട്ട് ഇനി വരും കാലം വരേണ്ടത്.